സമയത്ത് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം എനിക്കൊരു അവകാശി, എൻ്റെ അവകാശി ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഈ ഏലിയാസർ ആണോ എൻ്റെ അവകാശി, ഇസ്മായേൽ ആണോ എൻ്റെ അവകാശി എന്ന് ചോദിക്കുമ്പോൾ ഈ കർത്താവ് അബ്രഹാമിനോട് പറയുന്നൊരു സംഭവമുണ്ട്. സാറയിൽ നിന്നൊരു മകനുണ്ടാകും, സാറയിൽ നിന്നൊരു മകനുണ്ടാകും. ഈ തൊട്ട് 17-ാമത്തെ വാക്യം, 17-ാമത്തെ അധ്യായത്തിലും ഇത് തന്നെയാണ് അബ്രഹാം ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അബ്രഹാം ചിരിച്ചിട്ട് പറയുന്നൊരു സാധനമുണ്ട്, എൻ്റെ ഏലിയാസറിനെയും നിലനിർത്തിയാൽ മതി. ഇത് പറയുമ്പോൾ ദൈവം തിരിച്ച് വീണ്ടും പറയുന്നുണ്ട്, ഇല്ല, സാറയിൽ നിന്നൊരു മകനുണ്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവകാശി ഏലിയാസർ ആണോ ഇസ്മായേൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, അബ്രഹാമേ, നിന്റെ അവകാശി നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരും. അബ്രഹാമിൻ്റെ ഉദരത്തിൽ നിന്ന് എങ്ങനെ ഒരു കുഞ്ഞ് പുറത്തു വരുന്നത്? ഒറ്റ കാര്യമുള്ളൂ, കുഞ്ഞായ ഇസഹാക്ക് അത് സാറയിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷെ ഇസഹാക്ക് എന്ന പ്രോമിസ് അത് അബ്രഹാമിൻ്റെ ഉദരത്തിൽ നിന്നായിരിക്കും പുറത്തു വരുന്നതെന്ന്. ഈ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഇസഹാക്കിന് ദൈവം കൊടുത്ത ഒറ്റ കൃപ എത്രയേ ഉണ്ടായുള്ളൂ, അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അടഞ്ഞുപോയ കിണറുകളെ പ്രാർത്ഥന മുഖാന്തിരം തുറക്കുവാൻ ഒരു തലമുറയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് പകലിൽ കർത്താവിനോട് അങ്ങനെ തന്നെ പറയുന്നു. പ്രാർത്ഥനയുടെ അന്തരീക്ഷമുള്ള ഒരു തലമുറ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് ദൈവം ഉയർപ്പിക്കാൻ പോകുകയാണെന്ന്. പ്രാർത്ഥനയാൽ നിന്ന ഒരു മനുഷ്യന്റെ മേൽ ഒത്തിരി നിന്ന വന്നപ്പോഴും അവൻ ആ നിന്നയെ സഹിച്ചു പിടിച്ച് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതന്മാർ വന്ന ഒറ്റ ദൂത്, ഈ ദൂതിന് ശേഷം നടക്കുന്നത് 25 വർഷത്തിന് ശേഷം ഒരു ദൂത് നിറവേറുകയാണ്. ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു മകൻ സാറയ്ക്കകത്ത് നിന്ന്